നന്നായി പ്രാർത്ഥിച്ചില്ലേ? അമ്മ എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സ്? നീറ്റ് പരീക്ഷ എന്റെ അച്ഛനെ വില കൂടിയ ഡ്രസ്സൊക്കെ വാങ്ങി തന്നത്. അത്രയ്ക്ക് വിലയൊന്നുമില്ല. 2500 രൂപ അവർക്ക് വിലയില്ലാന്ന്. ചില പിള്ളേർ 5000-ന്റെ 6000-ന്റെ ഡ്രസ് ഇട്ടിട്ടാ വരുന്നത്. മോളെ അത് ഇനി നമുക്ക് പരീക്ഷയൊക്കെ എഴുതി പാസ്സായി ജോലിയൊക്കെ കിട്ടുമ്പോ നല്ലത് വാങ്ങിക്കാം. അതെ നേരം പരപരാന്ന് വെളുത്ത് വരികയാണ്. 2-2.5 മണിക്കൂർ യാത്ര ഉണ്ട്. 10 മണിക്ക് മുമ്പ് അങ്ങ് എത്തണം. ശ്യാമള 4893 4893.45. ശ്യാമള മാഡം ഇനി ഈ ബാഗൊക്കെ വാങ്ങി കയ്യിൽ വെച്ചതാണെങ്കിൽ എന്തിനാ ബാഗെല്ലാം പരീക്ഷയ്ക്ക് മുമ്പ് അത് കയ്യിൽ വെക്കാതിരിക്കാൻ. സാറേ മാഡം ഞങ്ങളെ പരീക്ഷയ്ക്ക് വന്നതാണ്. അപ്പൊ താഴെ ചോദിച്ചോ പറഞ്ഞു ഇതാ ഇവിടെയാണെന്ന് പറഞ്ഞു. അവിടെ പോരല്ലേ? അല്ല പരീക്ഷയ്ക്ക് വന്നതാണ്. മോൾക്ക് പരീക്ഷ ഉണ്ട് ഇവിടെ. പരീക്ഷയ്ക്കാണ്. First you have to attend frisking, okay? Okay, ma'am. Okay. എന്താണ്? Who's this? Father. Your child should attend frisking. Okay. From where, ma'am? Excuse me. എന്താ ഈ സ്ത്രീ പ്രിസ്കി പറയുന്നത്? Frisking. ഹലോ, ദൈവം തമ്പുരാനി കൊടുത്തില്ല ഇതുവരെ. ഇവിടെ മുന്നിൽ കിട്ടുന്ന കൊടുക്കായിരുന്നില്ല. ഞാൻ ഇവൾക്ക് മലയാളം അറിയാലോ. സാറേ ഞങ്ങള് എക്സാം എഴുതാൻ വേണ്ടി വന്നായിരുന്നു. കുട്ടി തനിച്ചാ വന്നിട്ടുള്ളത്? അല്ല ഞങ്ങള് രണ്ടുപേരും കൂടെ ഉണ്ട്. ഇതാരാ പരീക്ഷ എഴുതുന്നത്? അത് മോള്. അപ്പൊ ഫ്രിസ്കിങ് ചെയ്യണം പരീക്ഷയ്ക്ക് മുമ്പേ. അയ്യോ അതൊന്നും വേണ്ട സാറേ. എന്താ സംഭവം? ഫ്രിസ്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശാരീരിക പരിശോധന ഇവിടെ നടത്തണം പരീക്ഷ എഴുതുന്നതിന് മുൻപേ. പരിശോധിച്ചോളൂ. എന്താ നിങ്ങൾ പരീക്ഷ എഴുതണ്ട? ഞാൻ എഴുതില്ല, മോളാണേ. അവരെന്തിനാ നിങ്ങൾ കൈ പൊന്തിച്ചേക്കണേ? പരീക്ഷ എഴുതുന്നവര് മാത്രം പരിശോധന നടത്തിയാൽ മതി. അത് സ്റ്റാഫ് ഉണ്ട് അവിടെ അകത്തുണ്ട്. അല്ല സ്റ്റാഫ് എന്ന് പറഞ്ഞാ ലേഡീസ് സ്റ്റാഫ് ഉണ്ട്. എന്തേ? പിന്നെന്താ വിചാരിച്ചേക്കണേ? നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളകത്തേക്ക് പോയിക്കോളൂ. പിന്നെ ഇവിടെ ഈ ലൈനിൽ നിൽക്കണം. ഇതൊക്കെ അതിന് നിൽക്കുന്ന ആളുകളാണ് കേട്ടോ. അവിടെ നിന്നിട്ട് ഹോൾ ടിക്കറ്റ് കാണിച്ച് ചെക്ക് ചെയ്തിട്ടൊക്കെ അങ്ങോട്ട് വിടുള്ളൂ. ഇവിടെ പോയി നിന്നോളൂ, ആ ക്യൂവിൽ നിന്നോളൂ. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അവിടെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഇരുന്നോളൂ, നിങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടല്ലോ. നിങ്ങൾ ഇരുന്നോളൂ. സാറിന്റെ വീട് എവിടെ? എന്റെ വീട് ഇവിടെ കഞ്ഞിരി. എന്താണ്? അല്ല ഞാനേ എവിടേക്കോ കണ്ടിട്ടുള്ള ഭയങ്കര പരിചയം. അവിടുന്ന് വരുമ്പോഴേ ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ തുടങ്ങിയാ ചോദിക്കണം. വടക്കാഞ്ചേരിയിൽ എവിടെയായിട്ട് വരും? ഞാൻ ഓട്ടുപാറ. ഓട്ടുപാറ അല്ലേ? അതെ, ഓട്ടുപാറ ഒരു രാഘവേട്ടൻ അറിയോ? ആരാ? നാടകൻ രാഘവേട്ടന? അതെ, നാടകൻ രാഘവേട്ടൻ തന്നെ. എനിക്ക് അവിടെ മാതാപിതാക്കൾക്ക് അവിടെ ഇരിക്കാൻ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ഇരിക്കാൻ സൗകര്യം വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോ സമയങ്ങളും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വന്നാലും. കൊച്ച് എപ്പോ വരും സാറേ? സമയം എടുക്കും. അത് പരീക്ഷ എഴുതിയിട്ട് വേണം. നിങ്ങക്ക് എവിടെങ്കിലും പുറത്തു പോയിട്ട് വല്ല ഭക്ഷണമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ടൊക്കെ വരാം. സമയം എടുക്കും. എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേ നിങ്ങൾ എവിടെ എവിടെയെങ്കിലും ഇരുന്നോളൂ. അത് കഴിഞ്ഞിട്ട് കേട്ടോ. എന്നാ പിന്നെ അവിടെ ഇരിക്കാം. ശരി. ഈ സാധനങ്ങളൊക്കെ പുറത്ത് ക്ലോക്ക് റൂമിൽ കൊണ്ട് വെച്ചിട്ട് അപ്പുറത്തോട്ട് പോക്കോട്ടോ. സ്ലിപ്പേഴ്സ് മാറ്റിയിട്ടാണ് അവിടെ. നെക്സ്റ്റ്. കാഞ്ചനെ, നമുക്കൊരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വരണോ? വേണ്ട, കൊച്ചൂടെ വരട്ടെ എന്നിട്ട് മതി. അല്ല നേരത്തെ പോന്നല്ലേ? സാരമില്ല. നിങ്ങൾ എവിടെയാ പറഞ്ഞത്? കാസർഗോഡ് ചെറുത്തൂരിന്ന്. കാസർഗോഡ്? ഓ, ഒരുപാട് ദൂരാണല്ലേ. പക്ഷെ പെങ്ങളൊരു കാര്യല്ലേ. പിന്നെന്താ, കുട്ടികളൊക്കെ പരീക്ഷ എഴുതിട്ടെ നേരെ പോടങ്ങ നേരെ ആവട്ടെ. അതെ, പിന്നെന്ന് എന്താ ഇരുന്നോ? ഇല്ല വേണ്ട, കുട്ടി ഇരുന്നു. ഇരുന്നോ? അതേ, എന്തപ്പോ ഇങ്ങനെയൊക്കെ ഒരു വേഷം?
ഇതാ എന്റെ മകളുടെ കുട്ടി എക്സാം എഴുതാൻ വേണ്ടി അതിനകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഇതൊന്നും ഇടാൻ പാടില്ല എന്നാണ് അവിടുത്തെ കൽപ്പന. അപ്പൊ അത് ഞാൻ എടുത്തിട്ടു. അല്ല അതെ, എന്റെ മോളും ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാനും ഇങ്ങനെ കിടണ്ടി വരുവോ? വേണ്ട, അതിന് ഞാനുണ്ട്. ഞാനുണ്ട്. അല്ല ഞാനുണ്ടെന്ന്. ഞാനുണ്ട്, ഏതാണ് പറഞ്ഞത്? ഇതിപ്പോ കൈ മുറിക്കേണ്ടി വരും. കൈ മുറിച്ച് അങ്ങനെ എക്സാം എഴുതും സാർ? ഇവിടെ പാൻ്റെ അല്ലേ ഷർട്ടിന്റെ കൈ മുറിക്കണമെന്ന്. പുതിയ 1500 രൂപ ബ്രാൻഡഡ് ഷർട്ട്. അതുകൊണ്ട് ഫുൾ സ്ലീവ് ഇട്ടുകൊണ്ട് എക്സാം എഴുതാൻ പറ്റില്ല അറിയില്ലേ? ഹാൾ ടിക്കറ്റ് എന്ന് കിട്ടി? ഒരാഴ്ചയായി. അതിന്റെ ബാക്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളത് അറിയാവോ? അല്ല, പഠിക്കുന്ന തിരക്കിൽ അത് നോക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ ഡോക്ടർ ആവാൻ വേണ്ടി വന്ന ആളുകളല്ലേ? അത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒന്ന് വായിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ ഇതിപ്പോ കൈ മുറിക്കണോ ഷർട്ട് അഴിക്കണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കും. ഷർട്ട് അഴിക്കാം. അഴിക്കും. മൊബൈല്, വാച്ച്, എന്താണ് ബെൽറ്റാ? ജീൻസ് ഒക്കെ ഇട്ടത് ഫാഷൻ ഷോയ്ക്ക് പോകുന്നതാണ്. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഡാൻസ് ഒന്നും കളിക്കുന്ന സാവകാശം ഊരി എടുത്താൽ മതി. എനിക്കെന്തിനാ ഇത്? അവിടെ എവിടെയെങ്കിലും ഇടറോ, അവിടെ ഇടും. നീ അവിടെ നിൽക്കും. ഇങ്ങനത്തെ ഡാൻസ് കളിക്കണത് ഇതൊക്കെ കൊണ്ട് വെക്കേണ്ട സ്ഥലം അറിയാവോ? ഇല്ല സാർ. പുറത്തിറങ്ങുമ്പോ അവിടെ ഒരുപാട് പേര് ഇതൊക്കെ ആയിട്ട് നിപ്പുണ്ട്. അവരെ കൂട്ടത്തിൽ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ മതി. ക്ലോക്ക് റൂം എന്ന് പറയും. അതൊക്കെ വരി എടുത്തോ. പക്ഷെ എന്തൊക്കെ പരിശോധനകളാണ്. ഇപ്പൊ ഈ ഒരു പരീക്ഷ എഴുതുന്നതിന്റെ മുമ്പ് ഇമാതിരി പരിശോധനകൾ എന്തിനാ കുട്ടികളെ? ഞാൻ പരീക്ഷ കാലത്തെ ഇതൊന്നും ഇല്ലാട്ടാ. ആണോ? അപ്പൊ നിങ്ങൾ ഈ നീറ്റൊക്കെ എഴുതിയിട്ടുണ്ടോ? പിന്നെ ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചാണ്. 8ാം ക്ലാസ് അല്ലേ? അതല്ല, ഇത് നീറ്റ് പരീക്ഷയാണ്. ഭാവിയിലെ ഡോക്ടറാവാൻ വരുന്നത് നിങ്ങളാ. ഒരൊറ്റ എണ്ണത്തിന് വകതിരിവില്ല. എന്നാൽ ഇതിനൊക്കെ പറഞ്ഞു കൊണ്ട് തന്റെ തള്ളമാർക്കെങ്കിലും അത് വേണ്ടേ? എല്ലാം അങ്ങ് വന്നോളൂ. സാർ, എവിടെ പോകാമെന്ന്? എക്സാം എഴുതാൻ. സിനിമയുടെ ഓഡിഷൻ വന്നൊന്നും അല്ലല്ലേ? അല്ല, എക്സാം എഴുതാൻ. ഇതെന്തായത്? ഷർട്ട്. മനസ്സിലായി. ഇതെന്താണ് ഫുൾ സ്ലീവ്? ഫുൾ സ്ലീവ് ഇട്ടാ ഫുൾ സ്ലീവ് പാടില്ലെന്ന് അറിയില്ലേ? അല്ല സാർ, ഇപ്പൊ മടക്കി വെച്ചേക്കണല്ലേ, അപ്പൊ ഹാഫ് സ്ലീവ് അല്ലേ? മടക്കി വെച്ചാൽ അത് ഹാഫ് സ്ലീവ് ആവും അല്ലേ? അപ്പൊ എന്നിട്ട് വേണം നിനക്ക് അതിന്റെ ഇടയ്ക്ക് ആവശ്യമുള്ളതൊക്കെ വെച്ചിട്ട് നോക്കി എഴുതാലോ അല്ലേ? എന്നാ ഞാൻ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ. എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇതെന്താണ്? അല്ല, ഇതെന്താ ചെവിട്ടിലൊക്കെ ടോർച്ചടിച്ച് നോക്കണേ? അതെ, ഈ ചെവിക്കകത്തൊക്കെ വല്ലതും വെച്ചിട്ടുണ്ടാന്ന്. അതായത് പിള്ളേരെ ഇപ്പോഴത്തെ കൊള്ളില്ലാത്തതാണ്. അപ്പൊ അവര് വല്ലതും വെച്ചെന്ന് പരിശോധിച്ച് നോക്കണം അവര്. ഒരു പരീക്ഷ എഴുതാൻ വന്നതിന് എന്തൊക്കെ പരീക്ഷണങ്ങൾ അവിടെ നടക്കണേ? കഴിക്ക് പെട്ടെന്നാട്ടെ. അല്ലെങ്കിൽ ഒരു ചൂടനാ എന്റെ മോനെ. പരീക്ഷ എഴുതുമ്പോ സമയം അറിയാം. ബെൽറ്റ് അഴിക്കണം. പാടില്ലെന്നറിയില്ലല്ലേ? ഷർട്ട് അഴിക്കും. നിങ്ങൾ വിളിയുന്ന പെട്ടെന്നാട്ടെ, സമയമില്ല. ഹലോ എന്റെ ചെക്കനെ കൊണ്ട് നിങ്ങൾ ഷർട്ടും കുപ്പായി അയപ്പിക്കണേ? നിങ്ങളാരാ? നമ്മൾ അവന്റെ വാപ്പയാണ്. വാപ്പായും മോനൊക്കെ വീട്ടില്. ഇത് പരീക്ഷാ സ്ഥലം. ഈ പരീക്ഷ സ്ഥലം ആയതുകൊണ്ടാണ് നമ്മൾ ചോദിക്കണം. ആടെ ഷർട്ടും കുപ്പായി ഇടാൻ പാടില്ല. അതെ സുഹൃത്തെ, ഇത് നഴ്സറി പരീക്ഷ അല്ല, ഇത് നീറ്റ് പരീക്ഷയാണ്. നിങ്ങൾ കുറച്ച് നീറ്റായിട്ട് പെരുമാറാൻ പഠിക്കണം. അവിടെ നീറ്റ് പരീക്ഷയാണെങ്കിൽ പെരുമാറാൻ പഠിപ്പിക്കാൻ വന്നല്ലോ. നിങ്ങൾ കുറച്ച് ചൂടനാ. കുറച്ച് നേരത്തെ നമ്മൾ അവിടെ നിന്ന് കണ്ടുകണ്. എന്തുണ്ട് അവിടെയുള്ള ആൾക്കാരെന്താ പറയുന്നത്? നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു പോങ്ങനാന്നാ പറയുന്നത്. ആൾക്കാർ പറയും. അതാ വിളിക്കണേ ചെല്ലി. സാറിനല്ല, മറ്റേ സാറിന്. അതെ, ഇങ്ങോട്ട് പോകുന്നില്ല. ഒരു ഉദ്യോഗസ്ഥന്മാരാണ്, കേസ് കൊടുക്കും. നിങ്ങളും മിണ്ടാണ്ടൊക്കെയാണ്. അവർ 2 കൊടുക്കട്ടെ എന്ന്, മേടിക്കട്ടെ എന്ന് 2 കേസ് കൊടുക്കുന്നു. പറയാതെ പറയണ്ടേ?
അത് ശരി, വെള്ളം അടിക്കാൻ പറ്റണം അത്. മോനെ ഹോൾ ടിക്കറ്റ് കിട്ടിയായിരുന്നു? കിട്ടിയായിരുന്നു. അതിന്റെ പുറകുവശത്ത് എഴുതുന്ന റൂൾസ് ഒക്കെ വായിച്ചാ? വായിച്ചു, പക്ഷെ പക്ഷെ എന്താണ് കണ്ടില്ല. കണ്ടില്ല? എന്ത് കണ്ടില്ല? ഇങ്ങനെ എഴുതി, എന്താണ് ഇങ്ങനെ എഴുതി. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ തുറന്ന് നോക്കണം. അല്ലാണ്ട് വെറുതെ പിള്ളേരെ ഇങ്ങനെ പരീക്ഷയൊക്കെ എഴുതാൻ പറ്റും ഡോക്ടറാക്കാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. എന്ത് കുപ്പായിട്ട് വരണം നിങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് സഭ്യമായ ഡ്രസ്സുകളുണ്ട്, ഈ ജീൻസ് പറ്റില്ല, ഇതിന് മെറ്റലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഫുൾ സ്ലീവ് പാടില്ല, ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അതില്. മുഴുവൻ അയപ്പിക്കാൻ പോവാ നിങ്ങൾ. ആ ഇത് അഴിച്ചാലേ എഴുതാൻ പറ്റൂ. അന്ന് കാണുന്നത് അതെ, നിങ്ങളുടെ കുട്ടി പരീക്ഷ എഴുതണമെങ്കിൽ നിയമം അനുസരിച്ചേ പറ്റൂ. എന്ത് നിയമം നിങ്ങൾ പറയണത്? ഈ നിയമം നിങ്ങളുടെ കുട്ടിക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ബാധകമാണ്. ഈ ട്രൗസറും ഷർട്ടും അയക്കല നിങ്ങളുടെ നിയമം. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ട് പുറത്ത് ആളിൽ കൊണ്ടുപോയി പറയും. ഞമ്മക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഇങ്ങോട്ട് എന്താണ് എന്താ ബഹളം? സാറേ ഇങ്ങനെ കേക്ക് നമ്മളെ മോനാണ് പരീക്ഷ എഴുതാൻ വന്നാണ്. ഓനെ കൊണ്ട് ഈ ഷർട്ടും പോയി അയപ്പിക്കാണ് മനുഷ്യൻ. ഇയാൾക്ക് പെരുമാറാൻ അറിയില്ല മനുഷ്യന്മാരോട്. എന്താ സാറേ, ഒരുപാട് കുട്ടികൾ വന്നതിൽ പകുതി കുട്ടികളും നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിപരീതമായിട്ട് ഡ്രസ്സ് ആയിട്ട് വന്നേക്കണേ. ജീൻസും ഇങ്ങനെ ഫുൾ ഷർട്ടും ഒക്കെ ആയിട്ട് വന്നാൽ എങ്ങനെ നമ്മൾ എക്സാം എഴുതിക്കും? അല്ല, ഇത് നമ്മൾ മുൻപേ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. CBSE നെറ്റ് വഴി നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അഡ്മിഷന്റെ ബാക്കിലുണ്ട് സാർ. ഉണ്ടായിരുന്നില്ലേ? പിന്നെന്താണ് ഇനി എന്താ പ്രശ്നം? എന്താ? അല്ല, അവർ ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത്. സാറേ നമ്മൾ ചോദിക്കണത് ഈ ഷർട്ടിനും കുപ്പായത്തിനും ഇപ്പൊ എന്തെടുക്കോ? നിങ്ങൾ പറയും. നിങ്ങൾ ദേഷ്യപ്പെട്ടോ ഇവരോട്? ദേഷ്യപ്പെട്ടോന്നോ? മൂപ്പര് സിംഗം വരുമ്പോലെ നമ്മളുടെ അടുത്തേക്ക് വന്ന് സാർ പറഞ്ഞിട്ട് മനസ്സിലാക്കണ്ടേ? എന്നാലും പറയുന്ന രീതിക്ക് മാറ്റം വരുത്തണം കേട്ടോ. നമ്മൾ അവര് വിദ്യാർത്ഥികളാണ്, അവരൊരു എക്സാം എഴുതാനാണ് വന്നത്. അവരുടെ മൂഡ് നമ്മൾ നശിപ്പിച്ചു. അല്ല, അത് വളരെ ക്വയറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ആർക്കും മനസ്സിലാവാത്തത് അങ്ങനെ ക്വയറ്റായിട്ട് കാര്യങ്ങൾ. ഇത് എന്താ സംഭവം? ഇങ്ങനെ നമ്മൾ നിയമപരമായിട്ട് ഇത്തരം വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഈ മോൻ ധരിച്ചിട്ടുള്ള ഈ ഫോൾഡിംഗ് ടൈപ്പ് ഷർട്ട് ഉണ്ടല്ലോ, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ ജീൻസ്. ഇത് മാറ്റണം കാരണം ഇത് നിയമവിരുദ്ധമാണ്. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ അത് അല്ലാത്ത രീതിയിലുള്ള വസ്ത്രങ്ങളുണ്ടല്ലോ, അത് ധരിക്കാലോ. ഇപ്പൊ ഈ ഷർട്ട് ഇനിയിപ്പോ മാറ്റാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഈ കൈ ഇവിടുന്ന് മുറിച്ച് കളഞ്ഞാൽ മതി. ഒരു പരീക്ഷ അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ആ ഷർട്ട് മാറ്റിക്കോളൂ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടില്ലല്ലേ? നിങ്ങൾ അതൊന്നും അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളിത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ അത് ധരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പരീക്ഷ നിങ്ങൾ നോക്കി കണ്ടില്ല എന്നൊന്നും പറഞ്ഞ ഇവിടെ നടക്കില്ല. നിങ്ങൾ ആ ഷർട്ട് മാറ്റിയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാറിക്കോളൂ. എന്തായാലും ഷർട്ട് മുറിച്ച് മാറ്റിയിട്ടൊന്നും പരീക്ഷ എഴുതാൻ പറ്റൂല. പറ്റില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതണ്ടാണ്. നിങ്ങൾ ഡോക്ടറാക്കാന്നുള്ളത് ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ടേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളായിട്ട് വായ തോന്നിയ രീതിയിൽ ഡോക്ടറാക്കുന്നത് സംസാരിക്കരുത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂല, പിന്നെ നിങ്ങൾക്ക് പരീക്ഷ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നെഞ്ചുവേദന എന്തെങ്കിലും വരുന്നുണ്ടോ? വണ്ടി വിളിക്കണോ? എന്താ നിങ്ങളിവിടെ? നിങ്ങളെന്താ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാം. ശരി, നിയമവിരുദ്ധമായിട്ട് ചെയ്യുക, പരീക്ഷ എഴുതാൻ വേണം. അങ്ങനെ നടക്കും. ചെക്ക് ബാക്കിയുള്ള പരീക്ഷ ഒരു കാര്യം കൊണ്ടുവരാതെ ഒരു കാര്യം ഒന്നും അന്വേഷിക്കൂല. ബീഫോ? ഈ ബീഫ് വെച്ചിട്ടുണ്ട്. നോക്ക് പരിശോധിക്കാൻ എന്തിനാവും? അവിടെ ഒന്നും ഇല്ലാതെ കൈയല്ലേ ഈ കൈമലോ സീലിട്ടിക്കണ്. സീലേ സ്റ്റീലാവും. സ്റ്റീല് പറഞ്ഞില്ലേ? മുമ്പ് ബൈക്കിന്ന് വീണിട്ടേ കൈ ഒടിഞ്ഞിട്ട് സീലിട്ടിക്കണ്, കമ്പി ഇട്ടിക്കണ്. ഇതാണ് ഇങ്ങനെ ഡ്രസ് ഇടാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ. ഇനിയിപ്പോ എന്താ കമ്പി ഊരി മാറ്റണം നമ്മള്. പാരന്റ്സ് എന്ന് പറഞ്ഞിട്ട് കയറി വരും. പരീക്ഷ ഓരോ നിയമങ്ങൾക്ക് അനുസരിക്കൂല, പരീക്ഷ എഴുതണം. നിങ്ങളത് എന്താണ് നിൽക്കുന്നത്? അലറണ്ട. ഷർട്ടും കുപ്പായം മാറ്റി വരാം. പരീക്ഷ ഏതാണ്ട് നമ്മള് പോകൂല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇച്ചിരി വെള്ളം കൊണ്ടുപോവാ. മറിമായം. വാച്ച്, റിങ്സ്, സ്റ്റഡ്സ് എല്ലാം മാറ്റൂ.
ഇതെന്ത് ഡ്രസ് ആയിട്ടുണ്ട് വന്നിരിക്കുന്നത്? മാം എക്സാമിന് എഴുതാൻ അച്ഛൻ വാങ്ങി തന്ന പുതിയ ഡ്രസ്സ്. നിങ്ങൾ ഇവിടെ എക്സാം എഴുതാൻ വന്നല്ലോ, അല്ലാതെ ഫാഷൻ ഷോയ്ക്കൊന്നും അല്ലല്ലോ. ഇങ്ങനെ ഫുൾ സ്ലീവ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. വീണ്ടും അത് തന്നെ യൂസ് ചെയ്യുന്നത് എന്താ? മാം അത് പെട്ടെന്ന് നോട്ട് ചെയ്തില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മാം എന്താ ചെയ്യണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് എന്നോടല്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പോയി മാറ്റിയിട്ടിട്ട് വരൂ. മാം 2 മണിക്കൂർ ദൂരെ ഉണ്ട് വീട്ടിൽ. 2 മണിക്കൂർ ദൂരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. പിന്നെ ഇതാണ് ഇട്ടുണ്ട് വന്നത്. നിങ്ങൾ ഒരാൾ മാത്രമല്ല ഇവിടെ എക്സാം എഴുതാൻ വന്നിരിക്കുന്നത്. കുറെ കുട്ടികളുണ്ട്, എനിക്ക് അവരെയൊക്കെ നോക്കണം. മാം ഒരു പ്രാവശ്യത്തേക്ക് എക്സ്ക്യൂസ്. നോ മോർ എക്സ്ക്യൂസസ്. ഗെറ്റ് ഔട്ട്. നോ നോ നോ, ഇത് അലോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ എന്തിനു ഫേവർ ചെയ്ത് തരണം? മാം കുറെ കഷ്ടപ്പെട്ടിട്ടാ വന്നത്. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട്. എക്സ്ക്യൂസ് മീ. മാം മാം വേണ്ട, ഞാൻ ഊരിക്കോളാം. എവിടെന്നാ ഊരാ? ഗോ ഇൻസൈഡ്. ഗോ. കുട്ടികള് പരീക്ഷ കഴിഞ്ഞിട്ട് ഓരോരുത്തർ പോക്ക് തുടങ്ങി. വന്നല്ലോ. എന്താ എന്തേ? അവരെന്റെ ചുരിദാറിന്റെ കൈ മുറിച്ചു. അയ്യോ, അതെന്തിനാ അങ്ങനെ? എന്തിനാ മുറിച്ചത്? പരിശോധനയ്ക്കാന്ന് പറഞ്ഞു ഫുൾ സ്ലീവ് ഇടാൻ പാടില്ല അത്ര എക്സാമിന്. അത് പറഞ്ഞത് കീറി മുറിച്ച് കളഞ്ഞു. ഞാൻ എന്റെ കൊച്ചിന് പരീക്ഷയ്ക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്ത ചുരിദാറാണിത്. വിടാൻ പറ്റില്ല. ആരാ ചെയ്തത്? നമ്മള് വന്നപ്പോ അവിടെ ഇരുന്നില്ലേ, ആ. ചോപ്പ് സാരി എടുത്തിട്ട്. അവളാണോ? അവക്ക് നമ്മള് വന്നപ്പോ തന്നെ തുടങ്ങിയത് അവക്ക്. ഇതിങ്ങനെ വിടാൻ പാടില്ല. ഇതിങ്ങനെ വിടാൻ പാടില്ല. എന്ത് പരീക്ഷ ഇത്? ഞാൻ എക്സാം ശരിക്കും എഴുതിയില്ല. അതൊന്നും വേണ്ട, ഒരു കാര്യം അവിടെ ഇതങ്ങനെ സാരമില്ല, കരയാ. മറിമായം